ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലും നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 5-ാം വാക്യം. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. യേശുവിനെ സ്നേഹിക്കുകയും തൻ്റെ ആയുസ് മുഴുവൻ യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കായി മാറ്റിവെക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. മേശമേൽ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാരിൽ ഒരുവനുമായിരുന്നു ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസിനെ സുവിശേഷകനായ ഫിലിപ്പോസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഫിലിപ്പോസ് എന്ന പേരിൻ്റെ അർത്ഥം കുതിരകളെ സ്നേഹിക്കുന്നവൻ എന്നാണ്. അപ്പോസ്തലന്മാർ വചന ശുശ്രൂഷയിൽ സമയം ചെലവഴിച്ചപ്പോൾ മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി തിരഞ്ഞെടുത്തവർ ഭക്ഷണ വിതരണത്തിൽ ശ്രദ്ധ ചെലുത്തുവാനിടയായി. അങ്ങനെ ഭക്ഷണ വിതരണം എന്ന ശുശ്രൂഷയും ഭംഗിയായി നിർവഹിപ്പാൻ ഇവർക്ക് സാധിച്ചു. എന്നാൽ സ്തേഫാനോസിൻ്റെ കാലത്തെ പീഡനം നിമിത്തം അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ ചിതറിപ്പോവുകയും അതിനെ തുടർന്ന് യെരുശലേമിൽ അപ്പോസ്തലന്മാർ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. ചിതറിപ്പോയവരിലൂടെ അവിടെയായി സുവിശേഷ വ്യാപനം അതിലൂടെ സംഭവിക്കുന്നു. ഈ സമയം ഫിലിപ്പോസ് ശമര്യ എന്ന പട്ടണത്തിൽ ചെന്ന് അവിടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഫിലിപ്പോസിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നിർജ്ജന പ്രദേശത്തേക്ക് സുവിശേഷവുമായി ഇറങ്ങുന്ന ഫിലിപ്പോസ്. ശമര്യയിൽ ഫിലിപ്പോസ് സുവിശേഷ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനോട് സംസാരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നത്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്നാണ് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ പറയുന്നത്. വിവിധ ആശയങ്ങളുടെ പ്രതീകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് നിർജ്ജന പ്രദേശം. അതിന് തരിശു നിലം അഥവാ മരുഭൂമി എന്നൊക്കെ ഈ പദത്തിന് അർത്ഥം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് പോയാൽ അവിടെ ആരെയും കാണുവാനായിട്ട് കഴിയില്ല എന്ന് അറിയാമായിരുന്നിട്ടും കർത്താവിൻ്റെ ദൂതൻ്റെ വാക്കുകൾ ഫിലിപ്പോസ് അനുസരിക്കുവാനായിട്ട് അവിടെ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. അതിനാൽ അതിരുകളിലൂടെ സഞ്ചരിച്ച യേശുവിന് കുഷ്ഠരോഗികളെയും ശമര്യയിലൂടെയുള്ള യാത്ര ശമര്യക്കാരി സ്ത്രീയെയും കണ്ടുമുട്ടുവാൻ ഇടയായതുപോലെ ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നു. നിർജ്ജന പ്രദേശത്ത് കൂടെയുള്ള യാത്ര ഷണ്ഡനെ കണ്ടുമുട്ടുവാൻ ഫിലിപ്പോസിനെ ഇടയാക്കുന്നു. അങ്ങനെ ആൾക്കൂട്ടമോ ഒച്ചപ്പാടുകളോ ഇല്ലാതെ കർത്താവിനു വേണ്ടി നിശബ്ദ സാക്ഷിയായി തീരുവാൻ ഫിലിപ്പോസിന് സാധിച്ചു. രണ്ടാമതായിട്ട്, കുടുംബമായി സാക്ഷ്യ ജീവിതം നയിക്കുന്ന ഫിലിപ്പോസിൻ്റെ ജീവിതം ക്രിസ്ത്യാനികൾക്ക് മാതൃകയാക്കുവാൻ അനുയോജ്യമായതാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു എന്ന്. സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ മക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള വ്യക്തത ഒന്നും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിലും കന്യകമാരായ അദ്ദേഹത്തിൻ്റെ 4 പെൺമക്കളും പ്രവാചികമാരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവകൃപയിൽ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ഫിലിപ്പോസ് മികവുറ്റവനായിരുന്നു. മാതാപിതാക്കളുടെ ദൈവത്തെ കണ്ട് വളരുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ടോ? സുവിശേഷ വേലയിൽ അഗ്രഗണ്യരായിരിക്കുന്നവരുടെ മക്കൾ തിരുവചനത്തിനുള്ളിലും ഇന്നത്തെ സമൂഹത്തിലും ദൈവബോധമില്ലാതെ വഴിവിട്ട ജീവിതം നയിക്കുമ്പോൾ അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഏലി പുരോഹിതൻ്റെ മക്കളും ശമൂവേൽ പ്രവാചകൻ്റെ മക്കളും നാശത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണ്? നമ്മുടെ മക്കൾ സുവിശേഷം എന്ന അതിർവരമ്പുകൾക്കുള്ളിലോ അതിന് പുറത്തോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഫിലിപ്പോസിൻ്റെ സുവിശേഷ തീക്ഷ്ണത ഞങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും അവിടുന്ന് ഇടയാക്കരുതേ. തലമുറകളുടെ മുന്നിൽ മാതൃകാ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.